ജനാധിപത്യത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ സഭ മുന്നോട്ട് വരണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജനാധിപത്യത്തിന്റെ അനാരോഗ്യം മനുഷ്യനന്മ അപകടത്തിലാക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യ ക്രമം പക്വത പ്രാപിച്ചുവെന്നും അതിന് കത്തോലിക്കർ നൽകിയ അതുല്യമായ സംഭാവനകൾ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഭൂതകാല ചരിത്രത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്നതോടൊപ്പം ഇന്നത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും നമ്മുടേതായ നന്മകൾ പ്രദാനം ചെയ്യുന്നതിൽ വിമുഖത കാണിക്കരുതെന്നും പാപ്പ പറഞ്ഞു. സമൂഹത്തിന്റെ പരിവർത്തനത്തോടുള്ള എല്ലാവരുടെയും പ്രതിബദ്ധതയ്ക്ക് അർത്ഥം നൽകുന്നതിനും ധാർമ്മിക സമൂഹം ഉരുവാക്കുന്നതിനും സാമൂഹിക ഐക്യദാർഢ്യം ഉറപ്പുവരുത്തുന്നതിനും എല്ലാവരുടെയും സഹകരണവും പാപ്പ ആവശ്യപ്പെട്ടു. ഇറ്റലിയിലെ ത്രിയേസ്തയിൽ നടന്ന 50ാമത് ഇറ്റാലിയൻ കത്തോലിക്ക സാമൂഹിക വാരത്തിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർപ്പാപ്പ. ജനാധിപത്യത്തിന്റെ പ്രതിസന്ധിയെ മുറിവേറ്റ ഹൃദയമെന്നോണം ഏറ്റെടുക്കണം. അഴിമതിയും നിയമവിരുദ്ധതയും പാർശ്വവൽക്കരണവും സാമൂഹിക ബഹിഷ്കരണവും അരങ്ങ് തകർക്കുമ്പോൾ പ്രതിബദ്ധതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും വക്താക്കളായി മാറുവാനുള്ള വിളി ഓരോരുത്തർക്കും ഉണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ജനാധിപത്യം മനുഷ്യന്റെ സേവനത്തിനാകണം. അതിന്റെ പരമോന്നത ലക്ഷ്യമായി മനുഷ്യവ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സ്വയംഭരണവും ഇല്ലെങ്കിൽ അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നും പാപ്പ പറഞ്ഞു. ദരിദ്രർ, ദുർബലർ, രോഗികൾ, കുട്ടികൾ, സ്ത്രീകൾ, ചെറുപ്പക്കാർ, വൃദ്ധർ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജീവിതാന്തസ്സിൽപ്പെടുന്നവരെ ഗൗനിക്കാതെ വലിച്ചെറിയുന്ന സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ അപകടം പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഇന്നത്തെ ലോകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിലുള്ള ആശങ്കയും പാപ്പ പങ്കുവച്ചു. സാർവത്രിക സാഹോദര്യമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. എന്നാൽ സഹോദരങ്ങളുടെ അന്തസ്സിന് വില കൽപ്പിക്കാത്ത ജനാധിപത്യം അപകടമാണെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. അതിനാൽ ജനാധിപത്യത്തിൽ എല്ലാവരെയും ഉൾച്ചേർക്കുവാനുള്ള പ്രോത്സാഹനം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് സകലരുടെയും സർഗാത്മകത സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്നതിനുള്ള ഉത്തരവാദിത്തം കത്തോലിക്കരുടെ മുഖമുദ്രയായിരിക്കണം. ഇതിനെയാണ് യഥാർത്ഥ രാഷ്ട്രീയ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു.